നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന നീറ്റ് UG പരീക്ഷ റദ്ദാക്കി. ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പരീക്ഷ റദ്ദാക്കിയത്. പുതുക്കിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ തിരിച്ചെത്തിയിട്ടും മുഖ്യമന്ത്രി തർക്കം തുടരുന്നത് ജയത്തിന് മങ്ങലേൽപ്പിച്ചെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. വെളുത്ത പുക ഉടൻ ഉയരുമെന്നും സണ്ണി ജോസഫ്. അമ്പലപ്പുഴയിലെ നിയുക്ത MLA G സുധാകരൻ പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് നേതാക്കളെ സന്ദർശിച്ചു. കേരളത്തിലെ ഏറ്റവും സെക്യുലറായ വിഭാഗമാണ് മുസ്ലിം സമുദായമെന്ന് G സുധാകരൻ. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയും സൂപ്പർ സ്റ്റാറുമായ ജോസഫ് വിജയ് അർത്തുങ്കൽ എത്തിയതിന്റെ ഓർമ്മ പുതുക്കുകയാണ് തീരദേശ ഗ്രാമം. 2010 സൂറ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനാണ് വിജയ് അർത്തുങ്കൽ എത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച ബന്ധുക്കൾ രംഗത്ത്. മാരാരിക്കുളം ഓമനപ്പുഴ പൊള്ളയിൽ അനീഷിന്റെ ഭാര്യ 27 വയസ്സുള്ള ശേബയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. പള്ളിപ്പുറം തവണക്കടവ് മേഖലയിലെ ട്രെഡ്ജിങ്ങിനെതിരെ നാട്ടുകാരുടെ സമരം ശക്തിപ്പെടുന്നു. നിർത്തിവച്ചിരുന്ന ട്രെഡ്ജിംഗ് പുനരാരംഭിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. വാർത്തകൾ വിശദമായി. ഇക്കൊല്ലത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കി. ചോദ്യപേപ്പർ ചോർന്നെന്ന വിവരം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കിയത്. പുതുക്കിയ തീയതി ഉടൻ പ്രഖ്യാപിക്കും. മെയ് 3 നടന്ന നീറ്റ് UG പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ചതിന് പിന്നാലെ പരീക്ഷ റദ്ദാക്കി. പുതുക്കിയ പരീക്ഷാ തീയതി ഉടൻ പ്രഖ്യാപിക്കും. നീറ്റ് UG പരീക്ഷയ്ക്ക് 2 ദിവസം മുൻപ് വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ കിട്ടിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ചോർന്ന ചോദ്യപേപ്പറിലെ 600 ചോദ്യങ്ങളും യഥാർത്ഥ ചോദ്യപേപ്പറുമായി സാമ്യമുള്ളതായിരുന്നു. ഇത് 20,000 മുതൽ 2 ലക്ഷം രൂപയ്ക്കാണ് ഈ ചോദ്യപേപ്പർ വിൽപ്പന നടത്തിയതെന്നും കണ്ടെത്തി. കേസ് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് പരീക്ഷ നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കി. ടൈം ന്യൂസ് ആലപ്പുഴ. വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാത്തത് തിളക്കമാർന്ന വിജയത്തിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വെളുത്ത പുക ഉടൻ ഉയരുമെന്നും സണ്ണി ജോസഫ്. BJP വിമർശിക്കുമ്പോൾ അവർ ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ എത്ര ദിവസം എടുത്തു എന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അവർ പറയേണ്ടത് 50 ദിവസം എടുത്തു ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ എന്നാണ്. ഏതായാലും അതിൻ്റെ പകുതി പോലും ദിവസം കോൺഗ്രസിന് എടുക്കേണ്ടി വരില്ല. വൈകലിനൊരു ചെറിയ മങ്ങലേറ്റിട്ടുണ്ട്. ദാറ്റ് ഐ ഡു അഡ്മിറ്റ്. വൈകിയതും ഇതുമായി ബന്ധപ്പെട്ട അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും. അധികാരത്തിൽ തിരിച്ചെത്തിയ ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ അന്തിമ തീരുമാനമാകാത്തത് വമ്പൻ ജയത്തിന് മങ്ങലേൽപ്പിച്ചെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ്. വമ്പൻ ജയത്തിനെ മങ്ങലേൽപ്പിക്കുന്നതാണ് മുഖ്യമന്ത്രി ചർച്ചയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വെളുത്ത പുക ഉടൻ ഉയരുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതിനിടെ കേരളത്തിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ തീരുമാനം എടുത്തിട്ടല്ല രാഹുൽ ഗാന്ധി നേതാക്കളെ ദില്ലിയിലേക്ക് വിളിച്ചതെന്ന് AICC വൃത്തങ്ങൾ വ്യക്തമാക്കി. നേതാക്കളുടെ അഭിപ്രായം കേട്ട ശേഷം രാഹുൽ ഗാന്ധി അന്തിമ തീരുമാനം സ്വീകരിക്കും. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ഇതുവരെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. മുൻ മുഖ്യമന്ത്രി AK ആന്റണിയും ആരെയും നിർദ്ദേശിച്ചിട്ടില്ലെന്നാണ് സൂചന. അതേസമയം MLA-മാരുടെ എണ്ണം അവഗണിക്കരുതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർ. ടൈം ന്യൂസ് ആലപ്പുഴ. അമ്പലപ്പുഴയിലെ നിയുക്ത MLA G സുധാകരൻ പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ ഏറ്റവും സെക്യുലറായ വിഭാഗമാണ് മുസ്ലിം സമൂഹമെന്നും G സുധാകരൻ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും സെക്യുലറായ വിഭാഗമാണ് മുസ്ലിം സമുദായമെന്ന് അമ്പലപ്പുഴയിലെ നിയുക്ത MLA G സുധാകരൻ. ഈ തെരഞ്ഞെടുപ്പ് ഒരിക്കൽ കൂടി അക്കാര്യം തെളിയിച്ചിരിക്കുന്നു. ലീഗിന്റെ വലിയ പിന്തുണയാണ് തനിക്ക് ലഭിച്ചത്. തനിക്കെതിരെ മത്സരിച്ചത് ഒരു മുസ്ലിം നാമധാരിയാണെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ ബൂത്തുകളിലെല്ലാം തനിക്കാണ് ഭൂരിപക്ഷം ലഭിച്ചത്. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിക്കുമെന്നും G സുധാകരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ച G സുധാകരൻ പാണക്കാട് എത്തി തങ്ങളെയും സന്ദർശിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയും സൂപ്പർ സ്റ്റാറുമായ വിജയ് അർത്തുങ്കൽ എത്തിയതിന്റെ ഓർമ്മയിലാണ് അർത്തുങ്കൽ തീരദേശ വാസികൾ. 2010 സൂറ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനാണ് വിജയ് അർത്തുങ്കൽ എത്തിയത്. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയും സൂപ്പർ സ്റ്റാറുമായ ജോസഫ് വിജയ് അർത്തുങ്കൽ പള്ളിയിൽ എത്തിയത് ചരിത്രത്തിന്റെ ഭാഗം. 2010 വിജയ് അർത്തുങ്കൽ പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും എത്തിയത്. പള്ളിയിലും അർത്തുങ്കൽ കടൽ തീരത്തുമായി നടന്ന ഒരു സിനിമ ഷൂട്ടിങ്ങിനാണ് വിജയ് എത്തിയത്. അന്ന് പള്ളിയിൽ പ്രാർത്ഥിച്ച് നേർച്ചയിട്ട ശേഷം ചുറ്റും കൂടിയ നാട്ടുകാരുമായി സംസാരിക്കുകയും ചെയ്തു. ഫാദർ സ്റ്റീഫൻ പഴമ്പാശ്ശേരിയായിരുന്നു അന്ന് പള്ളി വികാരി. അദ്ദേഹവുമായി സംസാരിക്കാനും ആശീർവാദം സ്വീകരിക്കാനും വിജയ് സമയം കണ്ടെത്തിയിരുന്നു.
2010 സുറ എന്ന ചിത്രത്തിൽ അഭിനയിക്കാനാണ് അർത്തുങ്കലെത്തിയത്. ഏതാണ്ട് ഒരു ദിവസം നീണ്ടുനിന്ന ചിത്രീകരണം അർത്തുങ്കൽ പള്ളി പരിസരത്തും കടപ്പുറത്തുമായി നടന്നു. അന്ന് വിജയ് തോട്ടപ്പള്ളിയിലും എത്തിയിരുന്നു. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയാവുമ്പോൾ അർത്തുങ്കലും ചേർത്തലയിലുമുള്ള ജനങ്ങൾ ഇക്കാര്യവും ചർച്ച ചെയ്യുകയാണ്. ടൈം ന്യൂസ്, ചേർത്തല. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തിനിടെ യുവതി മരണപ്പെട്ട സംഭവത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച ബന്ധുക്കൾ രംഗത്ത്. മാരാർകുളം ഓമനപ്പുഴ പൊള്ളയിൽ അനീഷിന്റെ ഭാര്യ 27 വയസ്സുള്ള ഫേബയാണ് കഴിഞ്ഞ ദിവസം പ്രസവത്തിനിടെ മരണപ്പെട്ടത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവം ചികിത്സാ പിഴവ് ആരോപിച്ച ബന്ധുക്കൾ രംഗത്ത്. ആലപ്പുഴ ഓമനപ്പുഴ പൊള്ളയിൽ സ്വദേശി അനീഷിന്റെ ഭാര്യ 27 വയസ്സുള്ള ഫേബയാണ് മരിച്ചത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് മരണകാരണമെന്നാരോപിച്ച ബന്ധുക്കൾ പോലീസിനും ആശുപത്രി സൂപ്രണ്ടിനും പരാതി നൽകി. ആലപ്പുഴയിൽ നിന്ന് റഫർ ചെയ്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തത്. പ്രസവവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിങ്കളാഴ്ച പുലർച്ചെ ലേബർ റൂമിലേക്ക് മാറ്റുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ സുഖപ്രസവം നടക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് സ്ഥിതി വഷളാവുകയും ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുകയുമായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ യുവതിക്ക് ഹൃദയസ്തംഭനം ഉണ്ടായതായാണ് ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചത്. എന്നാൽ ശസ്ത്രക്രിയ നടത്താൻ വൈകിയതാണ് മരണത്തിന് കാരണമായതെന്നും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് മരണകാരണമെന്നും ബന്ധുക്കൾ ആരോപിച്ചു. നിലവിൽ യുവതിയുടെ മൃതദേഹം ചേർത്തല അർത്തുങ്കലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ടൈം ന്യൂസ്, ആലപ്പുഴ. പള്ളിപ്പുറം തവണക്കടവ് മേഖലയിലെ ഡ്രെഡ്ജിങ്ങിനെതിരെ പ്രതിഷേധം ശക്തിപ്പെടും. നിർത്തിവെച്ചിരുന്ന ഡ്രെഡ്ജിംഗ് പുനരാരംഭിക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പള്ളിപ്പുറം തവണക്കടവ് മേഖലയിലെ ഡ്രെഡ്ജിങ്ങിനെതിരെ നാട്ടുകാരുടെ സമരം ശക്തിപ്പെടുന്നു. ദേശീയപാത നിർമ്മാണത്തിനായി വേമ്പനാട് കായലിൽ നിന്നാണ് മണലെടുക്കുന്നത്. സർക്കാർ ഉത്തരവിന്റെയും ഹൈക്കോടതി ഉത്തരവിന്റെയും അടിസ്ഥാനത്തിലാണ് കായലിൽ നിന്ന് വലിയ തോതിൽ മണൽ എടുക്കുന്നത്. ഇതിനെതിരെ പ്രദേശവാസികൾ കുറച്ചു നാളായി പ്രക്ഷോഭത്തിലാണ്. വൻതോതിൽ മണലെടുക്കുന്നത് വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. സമരസമിതി കൺവീനറായ ജോസഫ് സാന്തോ ചേരുന്നു. നമ്മുടെ നാടിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഒരു ഡ്രെഡ്ജിംഗ് മാഫിയ പിന്നെയും പള്ളിപ്പുറത്തിന്റെ മണ്ണ്, വേമ്പനാട്ട് കായലിലെ മണ്ണും മത്സ്യസമ്പത്തും കക്കായും എല്ലാം ഡ്രെഡ്ജ് ചെയ്ത് ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കാനായിട്ടുള്ള പുതിയ പരിപാടികളുമായിട്ട് വന്നിരിക്കുകയാണ്. സർക്കാർ ഉത്തരവുകളുണ്ട്, നമ്മൾ അത് തന്നെ പാലിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. സർക്കാർ ഉത്തരവും പ്രകാരം ദേശീയ ജലപാതയിൽ നിന്ന് ഡ്രെഡ്ജിങ് ചെയ്യണം എന്നുള്ളതാണ് ഗവൺമെന്റ് ഓർഡറിലുള്ളത്. ഇത് തീരത്ത് നിന്ന് വെറും 200 മീറ്റർ മാറി അവർ കുഴിക്കുന്നതാണ്. നമ്മൾ 200 അല്ലെ 300 മീറ്റർ മാറിയാണ് ഇപ്പോൾ കുഴി നടക്കുന്നത്. അവരോട് നമ്മളുടെ ആവശ്യം ഇതാണ്: ദേശീയ ജലപാതയിൽ നിന്ന് മണ്ണ് ഖനനം ചെയ്യാനായിട്ടുള്ളതല്ല, സോയിൽ ചെളിയും അങ്ങനെയുള്ളത് എടുക്കുക എന്നുള്ളതാണ് സർക്കാർ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. വാല്യൂ ഇല്ലാത്ത മെറ്റീരിയലുകൾ, പക്ഷെ ഇവർ വാരുന്നത് മണല് തന്നെയാണ് കുഴിച്ചെടുത്തോണ്ട് പോകുന്നത്. അത് പ്രകാരം ഒരു 2-3 നിലയുള്ള ഒരു കെട്ടിടം ആ 200 മീറ്റർ ആഴത്തില് 200 മീറ്റർ ദൂരത്തില് ഒരു 2-3 നില കെട്ടിടം വരെ ഇരിക്കാവുന്ന തരത്തിലുള്ള വലിയ വലിയ ഗർത്തങ്ങളാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മെഷർ ചെയ്തപ്പോൾ മത്സ്യത്തൊഴിലാളികളിലെ അവരുടെ ഇതിൽ പറയുമ്പോൾ ഒരു 8 ഭാഗം 9 ഭാഗം ഹൈറ്റിലാണ് ഡെപ്തിലാണ് കുഴിച്ചിരിക്കുന്നത്. അതും ഒരേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൂടി വന്നാൽ ഒരു 100 മീറ്റർ ചുറ്റളവില് ഇത് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്ര അഗാധമായ ഒരു കുഴിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വേമ്പനാട്ട് കായലിൽ നിന്ന് കുഴിക്കണം എന്നുണ്ടെങ്കിൽ എവിടെയാണോ ദേശീയ ജലപാത, സർക്കാർ ഉത്തരവും പ്രകാരം ദേശീയ ജലപാത എവിടെയാണോ അതിൽ നിന്ന് കുഴിക്കട്ടെ. തീരത്തോട് ചേർന്നായിരുന്നു ഒരു 1000 മീറ്റർ, തീരത്ത് നിന്ന് ഒരു 1000 മീറ്റർ എങ്കിലും മാറി ഈ ദേശീയ ജലപാതയിൽ ആഴം ഉള്ളിടത്ത് തന്നെ മത്സ്യബന്ധനമോ കക്ക തൊഴിലാളികളുടെ കക്ക ഉപജീവനമോ ആകുന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. പക്ഷേ ഈ തീരത്തോട് ചേർന്നാണ് കക്കായുടെ കൂടുതൽ പ്രജനനം നടക്കുകയും അവിടെ തന്നെ, അതും പ്രത്യേകിച്ച് ഈ സമയം ജനുവരി മുതൽ മെയ് വരെയുള്ള സമയത്താണ് കക്കായുടെ സ്വാഭാവികമായ പ്രജനനം നടക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ നടക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഈ ഡ്രെഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഒരു വിരോധാഭാസമാണ്. ഒരു പാരിസ്ഥിതിക പഠനമോ ഒരു സയന്റിഫിക് റീസണോ ഇല്ലാതെ, അടിത്തറയോ ഇല്ലാതെ അവര് ഒരു
മാഫിയയുടെ അല്ലെ റോഡ് കോൺട്രാക്ടർമാരുടെ അമിത ലാഭത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു നടപടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അവര് ഒരാഴ്ചത്തെ സമയം എന്ന് പറഞ്ഞു, അത് തീരുന്നത് ഈ വ്യാഴാഴ്ചയാണ്. പക്ഷേ ഇന്നലെ മുതൽ അവർ പിന്നെയും നമ്മളെ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇത് തുടങ്ങണം എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിയ ഒരു സാവകാശം, നമുക്ക് കോടതിയിൽ പോകാനായിട്ടുള്ള ഒരു സാവകാശമായിരുന്നു ചോദിച്ചിരുന്നത്. ആ കോടതിയിൽ പോകാൻ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വെക്കേഷൻ്റെ കോടതികൾ വെക്കേഷനിലാണ്. അപ്പോൾ ആ കേസുകൾ പരിഗണിക്കുന്നതിനുള്ള ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കോടതിയിൽ വക്കീൽ പറഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തന്നെ കോടതിയിൽ ഫയൽ സ്യൂട്ട് ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കളക്ടർ ലീവിലാണ്, ഓഫീസിലില്ല. ഇലക്ഷനൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചത്തെയോ ലീവ് എടുത്ത് ജില്ലാ കളക്ടർ ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഡെപ്യൂട്ടി കളക്ടർ ഞങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഹൈ അതോറിറ്റിയുടെയാണ്, എനിക്ക് ഇതിലൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. എനിക്ക് ചെയ്യാവുന്നത് ആരാണോ ഈ ഓർഡറുകൾ ഇഷ്യൂ ചെയ്തത്, എനിക്ക് അവരോട് എക്സ്പ്ലനേഷൻ മാത്രം ചോദിക്കാനായിട്ടാണ് സാധിക്കുക. ഞാനത് ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പ്. എന്നാലും കുറച്ച് ദിവസം ആ എക്സ്പ്ലനേഷൻ കിട്ടുന്നത് വരെ ഇതൊന്ന് നിർത്തിവെക്കണം എന്നുള്ള ഞങ്ങളുടെ ആവശ്യത്തെ അനുഭാവപൂർവ്വം പരിഗണിച്ചില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യമാണ്. തുടങ്ങിയിട്ടില്ല. അവിടെ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളും കക്കാ തൊഴിലാളികളും ഈ ഡ്രെഡ്ജിനും ഈ കൊണ്ടുപോകുന്ന പൈപ്പും കണക്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ട് വള്ളങ്ങളിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ഒരു 2-3 മണിക്കൂറായിട്ട് അവിടെ വള്ളങ്ങൾ പ്രതിഷേധ സമരത്തിലാണ്. സംഘർഷാവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും നാട്ടുകാരും ഉൾപ്പെടുന്ന ഒരു സൈഡിലും പോലീസും ഈ മണൽ മാഫിയ അല്ലെങ്കിൽ ഈ ഡ്രെഡ്ജിങ്ങിന്റെ ആൾക്കാരും എല്ലാവരും മറ്റൊരു സൈഡിലുമായിട്ട് നിന്ന് എന്തും സംഭവിക്കാം എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും ഗോബാക്ക് വിളികളും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ജീവനും സ്വത്തിനും അതേപോലെ തന്നെ ഞങ്ങളുടെ വരും തലമുറയ്ക്കും ദോഷകരമായി തീരുന്ന ഒരു സംഭവമാണ് എന്ന് ഉള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമര പരിപാടിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ എന്ത് വില കൊടുത്തും ഈ ഡ്രെഡ്ജിങ് അവസാനിപ്പിക്കണം, ഈ വേമ്പനാട്ട് കായലിലെ ഡ്രെഡ്ജിങ് അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ചേർത്തല. ആലപ്പുഴയിലെ നെൽ കർഷകർ കടുത്ത പ്രതിസന്ധി. സംഭരിച്ച നെല്ലിന്റെ വില ഇതേവരെ ലഭ്യമായിട്ടില്ല. കനറ ബാങ്കുമായി ഉള്ള കരാറിന്റെ കാലാവധി അവസാനിച്ചു. നെൽ കർഷകർ വലിയ ആശങ്ക. ആലപ്പുഴ ജില്ലയിലെ നെൽ കർഷകർ ആശങ്കയിൽ. സംഭരിച്ച നെല്ലിന്റെ വില ലഭിച്ചിട്ടില്ല. കനറ ബാങ്കുമായുള്ള കരാർ അവസാനിച്ചു. കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ തുക എന്ന് കിട്ടുമെന്ന ആശങ്ക തുടരുന്നു. സംഭരണത്തിന് സർക്കാരുമായി കരാറിൽ ഏർപ്പെട്ടതിൽ കനറ ബാങ്ക് മാർച്ച് 18 വരെയായ PRSന്റെ തുക മാത്രമാണ് നൽകിയിട്ടുള്ളത്. SBI മാർച്ച് 24 വരെയായ തുക നൽകി. കരാർ കാലാവധി തീർന്നതിനാൽ കനറ ബാങ്ക് PRS സ്വീകരിക്കുന്നില്ല. SBI സ്വീകരിക്കുന്നുണ്ടെങ്കിലും കർഷകർക്ക് പണം നൽകുന്നില്ല. SBIയുമായി കരാർ മെയ് മാസം അവസാനിക്കും. താങ്ങുവില ഇനത്തിൽ കേന്ദ്ര സർക്കാർ സപ്ലൈകോയ്ക്ക് 1800 കോടി രൂപയോളമാണ് നൽകേണ്ടത്. ഇതുവരെ അനുവദിച്ചത് 300 കോടി രൂപയാണ്. മുൻമന്ത്രി GR അനിൽ ഡൽഹിയിലെത്തി കേന്ദ്ര ഭക്ഷ്യവകുപ്പ് അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് തുക അനുവദിച്ചത്. സംസ്ഥാന സർക്കാർ 50 കോടി രൂപയും നൽകി. തുക ബാങ്കുകളുടെ കുടിശ്ശികയിലേക്കാണ് പോകുന്നത്. അതിനാലാണ് നിലവിൽ സംഭരിച്ച നെല്ലിന്റെ വില നൽകൽ പ്രതിസന്ധിയിലായത്. ഭക്ഷ്യവകുപ്പാണ് പ്രതിസന്ധിക്ക് പരിഹാരം കാണേണ്ടത്. എന്നാൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനോ മന്ത്രിസഭ രൂപീകരിക്കാനോ കഴിയാതെ UDFിലെ തമ്മിലടി തുടരുകയാണ്. ഇത് കർഷകരെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ വായ്പയെടുത്ത് കൃഷിയിറക്കിയവർ വലിയ കടക്കെണിയിലായി. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ വിളവെടുപ്പ് കാലത്ത് 26,342 കർഷകരിൽ നിന്നായി 98,999.500 മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത്. കേന്ദ്രം വിലക്കിയിട്ടും അധിക ബോണസ് നൽകിയാണ് സംസ്ഥാന സർക്കാർ നെല്ല് സംഭരിച്ചത്. 23.20 രൂപയാണ് കേന്ദ്രം പ്രഖ്യാപിച്ചത്. സംസ്ഥാന സർക്കാർ ഇതിനു പുറമെ 6.80 രൂപ അധികം നൽകി 30 രൂപയാക്കി വർദ്ധിപ്പിച്ചു. കനറ ബാങ്കും SBIയുമാണ് നെല്ലുവില വായ്പയായി കർഷകർക്ക് കൊടുക്കുന്നത്. ഇത് തിരിച്ചടയ്ക്കുന്നത് സംസ്ഥാന സർക്കാരുമാണ്. ടൈം ന്യൂസ് ആലപ്പുഴ. KSDP ചെയർമാൻ സ്ഥാനം CB ചന്ദ്രബാബു രാജിവെച്ചു. സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായതിനെ തുടർന്നാണ് രാജി. ആരോഗ്യമേഖലയിൽ ഇടപെടാൻ കഴിവുള്ള സ്ഥാപനമായി KSDPയെ മാറ്റിയെന്ന് CB ചന്ദ്രബാബു പറഞ്ഞു. KSDP ചെയർമാൻ സ്ഥാനം CB ചന്ദ്രബാബു രാജിവെച്ചു. എല്ലാ ഉൽപാദന സംവിധാനവും ആധുനികവൽക്കരിക്കാനും ഉൽപാദനം പല മടങ്ങായി വർദ്ധിപ്പിക്കാനും കഴിഞ്ഞെന്ന CB ചന്ദ്രബാബു. KSDP ചെയർമാൻ സ്ഥാനം CB ചന്ദ്രബാബു രാജിവെച്ചു.
2016 സെപ്റ്റംബറിലാണ് ചെയർമാനായി ചുമതലയേറ്റത്. 10 വർഷത്തോളം ചെയർമാനായി പ്രവർത്തിച്ചു. സ്ഥാപനത്തിലെ ഏതാണ്ട് എല്ലാ ഉൽപ്പാദന സംവിധാനവും ആധുനികവൽക്കരിക്കാനും ഉൽപ്പാദനം പല മടങ്ങായി വർദ്ധിപ്പിക്കാനും ഈ കാലയളവിൽ കഴിഞ്ഞതായി ചന്ദ്രബാബു പറഞ്ഞു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലടക്കം നല്ല ഇടപെടൽ നടത്തി. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായ പ്രശ്നങ്ങൾ KSDBയും അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നാലും സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ നിർണായക ഇടപെടൽ ശേഷിയുള്ള സ്ഥാപനമായി മാറ്റിയെന്ന ചരിത്രത്തോടെയാണ് സ്ഥാനം ഒഴിയുന്നതെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലോക നഴ്സസ് ദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധൻ G. വേണുഗോപാൽ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർത്തല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ നഴ്സസ് ദിനാചരണം സംഘടിപ്പിച്ചു. ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലായിരുന്നു ദിനാചരണം ഒരുക്കിയത്. പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ G. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ അല്ലെങ്കിൽ 2026 നഴ്സസ് ദിനത്തിൻ്റെ സന്ദേശം. അപ്പോൾ ഈ സന്ദേശത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി സുരക്ഷിതമായിരിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്തിരുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിഭാഗത്തെ കൂടുതൽ എംപവർ ചെയ്യുന്നതോട് കൂടുതൽ ശക്തരാക്കുന്നതോടുകൂടി ജീവൻ രക്ഷിക്കപ്പെടുമെന്നാണ് ഈ സന്ദേശം. മുൻ ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ കനകം ഗോപിനാഥ് നഴ്സസ് സന്ദേശം നൽകി. പ്രസിഡന്റ് NB നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് TD രാജൻ, CM റഫീഖ്, A. ശൈലകുമാരി, CM ഉണ്ണി, KJ സെലിൻ, KA ഭീമ ബീഗം, CA ഗ്രേസി, KJ ഷീല എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയിൽ പകർച്ചവ്യാധി ഭീഷണി. ഇടവേളയ്ക്ക് ശേഷം ഇൻഫ്ലുവൻസ വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചത് ആശങ്ക സൃഷ്ടിക്കുന്നു. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. കാലാവസ്ഥാ വ്യതിയാനം, ഇൻഫ്ലുവൻസ വൈറസ് വീണ്ടും. വെയിലും മഴയും ഇടവിട്ടുള്ള കാലാവസ്ഥയായതോടെ ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പകർച്ചവ്യാധി ഭീഷണി. ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമായ ഇൻഫ്ലുവൻസ വൈറസ് സാന്നിധ്യം ഇടവേളയ്ക്ക് ശേഷം സ്ഥിരീകരിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം 2 പേർ മരിച്ചതോടെ ആശങ്കയിലായ ജില്ലയ്ക്ക് കാലാവസ്ഥയിലെ മാറ്റവും വെല്ലുവിളിയാകും. ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവയും മഴ എത്തിയതോടെ കണ്ടു തുടങ്ങി. എലി, കൊതുക് നാശന പ്രവർത്തനം കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ കാലവർഷം എത്തുന്നതോടെ അവ വ്യാപകമാകും. ഒറ്റ മഴയിൽ വൈറൽ പനി ബാധിച്ച 100 കണക്കിന് ആളുകളാണ് ചികിത്സ തേടി എത്തുന്നത്. പനി ബാധിക്കാത്തവർക്ക് പേശിവേദനയും ശരീരം വേദനയും വ്യാപകമാണ്. കടുത്ത ചൂടിന് പിന്നാലെ എത്തിയ മഴയാകാം ഇതിന് കാരണമെന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത്. ഇൻഫ്ലുവൻസ വൈറസ് കഴിഞ്ഞ വർഷം മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ വ്യാപകമായി ഉണ്ടായി. പിന്നീട് ഇത് നിയന്ത്രണ വിധേയമായി. എന്നാൽ കഴിഞ്ഞയാഴ്ച ഒറ്റ ദിവസം 3 പേർക്കാണ് ഇൻഫ്ലുവൻസ വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചത്. വായുവിലൂടെ പകരുന്ന ഇത് ന്യൂമോണിയ, ശ്വാസ തടസ്സം എന്നിവയുണ്ടാക്കും. പ്രതിരോധശേഷി കുറഞ്ഞവരിലും പ്രായമായവരിലും ഗർഭിണികൾക്കും എളുപ്പത്തിൽ രോഗബാധ ഉണ്ടായേക്കാം. മലമ്പനിയും അടുത്തിടെ സ്ഥിരീകരിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളിലാണ് ഇത് കണ്ടെത്തിയത്. വയറിളക്ക രോഗങ്ങളും കൂടുന്നുണ്ട്. ഒരാഴ്ച മുൻപ് ദിവസം 50-ൽ താഴെയായിരുന്നു രോഗികൾ. ഇപ്പോഴത് 100-ന് മുകളിലായി. പകർച്ചവ്യാധികൾ തടയാനുള്ള മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആലപ്പുഴ ജില്ലയിൽ താളം തെറ്റിയ സ്ഥിതിയിലാണ്. ഫെബ്രുവരി 27-ന് തുടങ്ങി ഏപ്രിൽ 20-ന് അവസാനിക്കുന്ന രീതിയിലാണ് ശുചീകരണ സമയക്രമം തീരുമാനിച്ചിരുന്നത്. എന്നാൽ മെയ് 2-ാം വാരമായിട്ടും പലയിടത്തും തുടങ്ങിയിട്ടേയുള്ളൂ. തോടുകളുടെ ശുചീകരണമടക്കം ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങൾ രേഖപ്പെടുത്തുന്ന നടപടികളും ആയിട്ടില്ല. വാർഡ് ശുചിത്വ കമ്മിറ്റികൾക്ക് ഫണ്ട് ലഭ്യമാകാത്തതും തിരിച്ചടിയായി മാറുമെന്നാണ് റിപ്പോർട്ട്. ടൈം ന്യൂസ് ആലപ്പുഴ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സർഗോത്സവം തുടരുന്നു. മെയ് 20-ന് സമാപിക്കും. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിലാണ് സർഗോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. 300ഓളം കുട്ടികൾ പങ്കെടുക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സർഗോത്സവത്തിന് തുടക്കം. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സർഗോത്സവം ഒരുക്കിയിട്ടുള്ളത്. അറിവിൻ്റെ ഉത്സവമായ സർഗോത്സവം മെയ് 11 മുതൽ 20 വരെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മുൻ കൃഷിമന്ത്രി P. പ്രസാദ് സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് ആകാശം നീലിച്ചിരിക്കുന്നത്? അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ ചോദ്യവാക്യതാണ് ഏത് വാക്ക്? ഓക്കെ, ആ ചോദ്യം ചോദിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് നല്ല ഉത്തരവ് കിട്ടുള്ളൂ. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ മാത്രമേ പ്രയോജനവും ഉള്ളൂ. കേട്ടോ? ആ ചോദ്യം ചോദിക്കുന്നതിനോട് മാത്രമേ
നമുക്ക് ആ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്കാവുന്നുണ്ടോ? ആ ചോദ്യത്തിന്റെ ഉത്തരം തേടാൻ നിങ്ങൾക്കാവുന്നുണ്ടോ? ഉത്തരം നോക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ പൂച്ച മറക്കാത്തതെന്ന് അറിയണ്ടേ നമുക്ക്? എന്തുകൊണ്ടാണ് ഈ മഴവില്ലിന് ഈ നിറം ഇത്രയേ ഉള്ളൂ എന്ന് അറിയണ്ടേ നമുക്ക്? എന്തുകൊണ്ടാണ് ഈ ആകാശം നീടിച്ചിരിക്കുന്നത് അറിയണ്ടേ നമുക്ക്? എന്തുകൊണ്ടാണ് ഈ മേളിൽ നിന്ന് മാത്രം വെള്ളം താപ്പോട്ട് വീഴും, താഴെ ഇത്രയും വെള്ളം കടലിൽ കിടന്നെങ്കിൽ ഒരു തുള്ളി പോലും മേപ്പോട്ട് പോകുകയും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് അറിയണ്ടേ നമുക്ക്? അവിടെയാണ് ആ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന്റെ വലിയ പ്രസക്തി ഉണ്ടാകുന്നത്. നഗരസഭാ ചെയർപേഴ്സണും സ്വാഗത സംഘം ചെയർപേഴ്സണുമായ എസ് ശോഭിൻ അധ്യക്ഷനായി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ NL വത്സരകുമാരി, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധർമണി തമ്പാൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ടോമി എബ്രഹാം, അദീന രാജു, ഗീതാകുമാരി, ബീന അജി, എസ് സനീഷ്, കൗൺസിലർമാരായ പി ഉണ്ണികൃഷ്ണൻ, ഡി ജ്യോതിഷ് എന്നിവർ ആശംസകൾ നേർന്നു. ചേർത്തല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ അബ്ദുൾ സലാം, ഉപജില്ലാ ഓഫീസർ ജയലക്ഷ്മി, SMC ചെയർപേഴ്സൺ ബി ചന്ദ്രമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. NR ബാലകൃഷ്ണൻ സ്വാഗതവും മേഖലാ സെക്രട്ടറി K ദാസപ്പൻ നന്ദിയും പറഞ്ഞു. 300 കുട്ടികളെ 20 പേർ വീതമുള്ള 15 ഗ്രൂപ്പുകളായി തിരിച്ചാണ് സർഗോത്സവ പരിപാടികൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അവസാന ദിവസമായ മെയ് 20-ന് പ്രവർത്തനാനുഭവങ്ങളുടെ അവതരണം, പഠന കോൺഗ്രസ്, കുട്ടികൾ നിർമ്മിച്ച വസ്തുക്കളുടെ പ്രദർശനം എന്നിവ നടക്കും. ക്രിയേറ്റിവിറ്റി കോർണറിൽ എല്ലാ ദിവസവും കുട്ടികൾക്ക് സ്വന്തമായി ചെയ്തു നോക്കാൻ കഴിയുന്ന തരത്തിൽ പസിലുകൾ, ശാസ്ത്ര പരീക്ഷണങ്ങൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. ഊഞ്ഞാലും മറ്റ് അലങ്കാരങ്ങളും ഉൾപ്പെടെ കുട്ടികളെ ആകർഷിക്കുന്ന കാര്യങ്ങളും സർഗോത്സവത്തിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് UG പരീക്ഷ റദ്ദാക്കി. ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പരീക്ഷ റദ്ദാക്കിയത്. പുതുക്കിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ തിരിച്ചെത്തിയിട്ടും മുഖ്യമന്ത്രി തർക്കം തുടരുന്നത് ജയത്തിന് മങ്ങലേൽപ്പിച്ചെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. വെളുത്ത പുക ഉടൻ ഉയരുമെന്നും സണ്ണി ജോസഫ്. അമ്പലപ്പുഴയിലെ നിയുക്ത MLA G സുധാകരൻ പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് നേതാക്കളെ സന്ദർശിച്ചു. കേരളത്തിലെ ഏറ്റവും സെക്യുലറായ വിഭാഗമാണ് മുസ്ലിം സമുദായമെന്ന് G സുധാകരൻ. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയും സൂപ്പർ സ്റ്റാറുമായ ജോസഫ് വിജയ് അർത്തുങ്കലെത്തിയതിന്റെ ഓർമ്മ പുതുക്കുകയാണ് തീരദേശ ഗ്രാമം. 2010-ൽ സൂറ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനാണ് വിജയ് അർത്തുങ്കലെത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച ബന്ധുക്കൾ രംഗത്ത്. മാരാരിക്കുളം ഓമനപ്പുഴ കൊള്ളയിൽ അനീഷിന്റെ ഭാര്യ 27 വയസ്സുള്ള ശേബയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. പള്ളിപ്പുറം തവണക്കടവ് മേഖലയിലെ ട്രെഡ്ജിങ്ങിനെതിരെ നാട്ടുകാരുടെ സമരം ശക്തിപ്പെടുന്നു. നിർത്തിവച്ചിരുന്ന ട്രെഡ്ജിംഗ് പുനരാരംഭിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും.